നമസ്കാരം സുഹൃത്തുക്കളെ, ജയ് ഹിന്ദ്. ലോകത്ത് ഇപ്പോൾ സമാനമായ സംവിധാനങ്ങളില്ലാത്ത ചില പ്രത്യേക മിസൈലുകൾ ഈ വർഷം ഇന്ത്യ അവതരിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചോദ്യം വരും, വെറുതെ തള്ളല്ലേ, ഇന്ത്യ എന്താണ് ലോകത്തിന് ഇല്ലാത്തതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന്. ഇത് ഞാനല്ല പറയുന്നത്, DRDOയുടെ മിസൈൽ ആൻഡ് സ്ട്രാറ്റജിക് സിസ്റ്റംസ് വിഭാഗത്തെ നയിച്ച പ്രമുഖ മിസൈൽ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു രാജാബാവു ആണ് ഈ സൂചന നൽകിയിരിക്കുന്നത്. പക്ഷേ മിസൈലിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല, റേഞ്ചോ വേഗതയോ വിക്ഷേപണ പ്ലാറ്റ്ഫോമോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മിസൈലിൻ്റെ പേര് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതും ശരിയല്ല. പക്ഷേ ഇന്ത്യ ഇപ്പോൾ പരീക്ഷിക്കുന്ന പദ്ധതികളും സാങ്കേതിക സൂചനകളും ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഇത് വെറും കൂടുതൽ വേഗമുള്ള ഒരു മിസൈൽ മാത്രമായിരിക്കില്ല. വ്യത്യസ്ത സേനകളെയും സെൻസറുകളെയും ബന്ധിപ്പിച്ച് ജാമിങ്ങിനെ അതിജീവിച്ച് ദിശ മാറ്റി സഞ്ചരിക്കുന്ന, ലക്ഷ്യത്തെ സ്വയം പിന്തുടരുന്ന പുതിയൊരു ഇന്ത്യൻ ആയുധ ശൃംഖലയായിരിക്കാം. പഴയ രീതിയിൽ ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിന് മുമ്പ് ലക്ഷ്യത്തിൻ്റെ സ്ഥാനം നൽകും. മിസൈൽ ആ സ്ഥാനത്തേക്ക് പോയി ആക്രമിക്കും. പക്ഷേ ഇന്നത്തെ യുദ്ധത്തിലോ ലക്ഷ്യങ്ങൾ വെറുതെ ഒരിടത്തിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കില്ല. ഒരു യുദ്ധക്കപ്പലാണെന്നുണ്ടെങ്കിൽ മണിക്കൂറിൽ നിരവധി കിലോമീറ്ററുകൾ സഞ്ചരിക്കും. മൊബൈൽ റഡാർ ആണെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറ്റും. എയർ ഡിഫൻസ് വാഹനം ഒളിക്കും. ശത്രു GPS ജാം ചെയ്യും. വ്യാജ സിഗ്നലുകൾ അയക്കും. ഡമ്മി ലക്ഷ്യങ്ങൾ ഒരുക്കും. അപ്പോൾ വെറും റേഞ്ചും വേഗതയും മതിയാവില്ല. മിസൈൽ യാത്രയ്ക്കിടെ പുതിയ വിവരങ്ങൾ സ്വീകരിക്കണം. ലക്ഷ്യം മാറിയാൽ അതും മാറണം. ജാമിങ് വന്നാൽ മറ്റൊരു ഗൈഡൻസ് സംവിധാനം തിരഞ്ഞെടുക്കണം. യഥാർത്ഥ ലക്ഷ്യവും ഡമ്മിയും തമ്മിൽ വേർതിരിക്കണം. ഇതാണ് ഇന്ത്യയുടെ അടുത്ത മിസൈൽ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാകാനുള്ള സാധ്യത. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ശത്രുവിൻ്റെ വിമാനവാഹിനി കപ്പൽ സഞ്ചരിക്കുന്നു എന്ന് കരുതുക. കരയിലെ മിസൈൽ യൂണിറ്റിന് അതിനെ നേരിട്ട് കാണാൻ കഴിയണമെന്നില്ല. പക്ഷേ ഇന്ത്യൻ ഉപഗ്രഹം അതിനെ കണ്ടെത്തിയേക്കാം. അല്ലെങ്കിൽ P-8I സമുദ്ര നിരീക്ഷണ വിമാനം കണ്ടെത്താം. ഒരു ഡ്രോണോ അന്തർവാഹിനിയോ യുദ്ധക്കപ്പലോ അതിൻ്റെ സ്ഥാനം തിരിച്ചറിയാം. കരയിൽ നിന്നുള്ള മിസൈല് കടലിലെ ലക്ഷ്യത്തെ ഉപഗ്രഹമോ വിമാനമോ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമിച്ചാൽ അതാണ് മൾട്ടി ഡൊമൈൻ ഇൻ്റഗ്രേഷൻ. ലളിതമായിട്ട് പറഞ്ഞാൽ കണ്ണൊരിടത്ത്, തലച്ചോറ് മറ്റൊരിടത്ത്, ആയുധം വേറൊരിടത്ത്, പക്ഷേ മൂന്നും ഒരേ സംവിധാനമായിട്ട് പ്രവർത്തിക്കുക. LRASH ആയിരിക്കുമോ പ്രധാന സൂചന? കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ഇന്ത്യൻ പദ്ധതികളിൽ ഒന്നാണ് ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് മിസൈൽ LRASH. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1500 കിലോമീറ്റർ റേഞ്ചും മാക് 10 വരെ പരമാവധി വേഗതയും ലക്ഷ്യമിടുന്ന ഹൈപ്പർസോണിക് സംവിധാനമാണ് ഇത്. 2026 മെയ് മാസത്തിൽ ഇതിൻ്റെ രണ്ടാമത്തെ പരീക്ഷണം നടന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് വേഗത മാത്രമല്ല. 1500 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥിരം കെട്ടിടത്തെ ആക്രമിക്കുന്നതും അതേ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിക്കുന്നതും രണ്ടാണ്. മിസൈൽ പറക്കാൻ തുടങ്ങുമ്പോൾ കപ്പൽ ഒരു സ്ഥലത്തായിരിക്കും. മിസൈൽ എത്തുമ്പോഴോ അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഉപഗ്രഹം, ഡ്രോൺ, സമുദ്ര നിരീക്ഷണ വിമാനം തുടങ്ങിയവയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ യാത്രയ്ക്കിടെ മിസൈലിലേക്ക് എത്തിക്കേണ്ടത്. അവസാന ഘട്ടത്തിൽ സ്വന്തം സീക്കർ ഉപയോഗിച്ച് കപ്പലിനെ വീണ്ടും കണ്ടെത്തുകയും വേണം. ഈ കഴിവുകളെല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ LRASH വെറും ഹൈപ്പർസോണിക് മിസൈൽ അല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വലിയ ഏരിയ ഡിനയൽ ആയുധമായിരിക്കും. ചൈനീസ് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് അടുത്തു വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു അപകട മേഖലയിൽ പ്രവേശിക്കും. അതിവേഗവും ദിശ മാറ്റാനുള്ള കഴിവും കുറഞ്ഞ പ്രതികരണ സമയവും കാരണം LRASH മിസൈലുകളെ തടയുക വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പുതിയ ഇന്ത്യൻ മിസൈലിൻ്റെ പ്രത്യേകത മാക് നമ്പറിൽ മാത്രമായിരിക്കണമെന്നില്ല. അതിവേഗത്തിൽ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാതെ ദിശ മാറ്റാനുള്ള കഴിവായിരിക്കാം യഥാർത്ഥ മുന്നേറ്റം. AI മിസൈൽ എന്ന് കേൾക്കുമ്പോൾ ചിലർ കരുതുന്നത് മിസൈൽ സ്വന്തം ഇഷ്ടപ്രകാരം ലക്ഷ്യം തിരഞ്ഞെടുത്ത് ആക്രമിക്കുമെന്നാണ്. പക്ഷെ അത് സമ്പൂർണ്ണമായിട്ടും ശരിയായ വ്യാഖ്യാനമല്ല. മനുഷ്യൻ നൽകിയ ദൗത്യവും മുൻകൂട്ടി നിശ്ചയിച്ച നിയന്ത്രണങ്ങളും അനുസരിച്ചായിരിക്കും സംവിധാനം പ്രവർത്തിക്കാൻ പോകുന്നത്. AI പ്രധാനമായിട്ടും സഹായിക്കുക ചില കഠിനമായ തീരുമാനങ്ങളിലാണ്. ഉദാഹരണത്തിന്, മുമ്പിൽ ഒരു യഥാർത്ഥ യുദ്ധക്കപ്പലും അതിനു ചുറ്റും ഡമ്മി ലക്ഷ്യങ്ങളും ഇലക്ട്രോണിക് സ്പൂഫിംഗ്, അതായത് വഞ്ചനാ സിഗ്നലുകളും ഉണ്ടെങ്കിൽ ഏതാണ് യഥാർത്ഥ ലക്ഷ്യം?
റഡാർ ജാം ചെയ്താൽ ഇൻഫ്രാറെഡ് സീക്കർ ഉപയോഗിക്കണോ? GPS സിഗ്നൽ നഷ്ടപ്പെട്ടാൽ ഇനേഷ്യൽ നാവിഗേഷൻ ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം? ഒന്നിലധികം മിസൈലുകൾ ഒരുമിച്ച് ആക്രമിക്കുമ്പോൾ എല്ലാം ഒരേ കപ്പലിലേക്ക് പോകണോ, അതോ ഓരോന്നും വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഏറ്റെടുക്കണോ? സഞ്ചരിക്കുന്ന ലക്ഷ്യം അടുത്ത ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എവിടെ എത്തുമെന്ന് എങ്ങനെ പ്രവചിക്കണം? ഇത്തരം കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ സഹായം നൽകും. അതുകൊണ്ട് ഇത് സ്വന്തം ബുദ്ധിയുള്ള മിസൈൽ എന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഡേറ്റ പരിശോധിച്ച് ശരിയായ നടപടിയെടുക്കുന്ന ഇൻ്റലിജൻറ്റ് ഗൈഡൻസ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു സാധ്യത, ഒന്നിലധികം ആയുധങ്ങൾ പരസ്പരം വിവരങ്ങൾ പങ്കിടുന്ന ഒരു കോഓപ്പറേറ്റീവ് അറ്റാക്ക് സംവിധാനമാണ്. ഒരു ശത്രു കപ്പൽ വ്യൂഹത്തെ ആക്രമിക്കാനായിട്ട് 10 ആയുധങ്ങൾ അയച്ചു എന്ന് കരുതുക. എല്ലാ മിസൈലുകളും ഒരേ ലക്ഷ്യത്തെ മാത്രം പിന്തുടരേണ്ടതില്ലല്ലോ. ഒരു മിസൈൽ പ്രധാന യുദ്ധക്കപ്പലിനെ കണ്ടെത്താം, മറ്റൊന്ന് എയർ ഡിഫൻസ് കപ്പലിനെ തിരിച്ചറിയാം, ചിലത് വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആക്രമിക്കാം. ഒരു മിസൈൽ നശിച്ചാൽ അതിൻ്റെ ലക്ഷ്യം മറ്റൊരു മിസൈൽ ഏറ്റെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം കൂടുതൽ മിസൈലുകൾ അയക്കുക എന്നതല്ല, ശത്രുവിൻ്റെ റഡാറിനും കമാൻഡ് സിസ്റ്റത്തിനും ഒരേ സമയം കൈകാര്യം ചെയ്യാനാകുന്നതിനേക്കാൾ കൂടുതൽ സങ്കീർണമായ ആക്രമണം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പൂർണ്ണ സ്വാമിസൈൽ സംവിധാനം ഇന്ത്യ ഈ വർഷം അവതരിപ്പിക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായ ഒരു സാങ്കേതിക സാധ്യതയായിട്ട് മാത്രം നമ്മൾ കാണണം. പിന്നെ നമ്മൾ കാണേണ്ടത്, ഭാവിയിലെ യുദ്ധത്തിൽ മിസൈലിനെ നശിപ്പിക്കാനായിട്ട് ശത്രു ആദ്യം വെടിവെക്കണമെന്നൊന്നുമില്ല. GPS ജാം ചെയ്യാം, തെറ്റായ GPS സ്ഥാനം കാണിക്കാം, ഡേറ്റ ലിങ്ക് വിച്ഛേദിക്കാം, റഡാർ സീക്കറിനെ കബളിപ്പിക്കാം, വ്യാജ ലക്ഷ്യങ്ങൾ പ്രദർശിപ്പിക്കാം. അപ്പോൾ പുതിയ ഇന്ത്യൻ മിസൈലുകൾക്ക് ഒരൊറ്റ ഗൈഡൻസ് സിസ്റ്റത്തിനെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല. സാറ്റലൈറ്റ് നാവിഗേഷൻ നഷ്ടപ്പെട്ടാൽ ഇനേർഷ്യൽ നാവിഗേഷൻ വേണം. റഡാർ ജാം ചെയ്താൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് പോലെയുള്ള മറ്റൊരു സെൻസർ സഹായിക്കണം. പുറത്തു നിന്നുള്ള വിവരബന്ധം നഷ്ടപ്പെട്ടാലും മിസൈല് അവസാനമായി ലഭിച്ച വിവരവും സ്വന്തം സെൻസറുകൾ ഉപയോഗിച്ച് ദൗത്യം തുടരേണ്ടതായിട്ട് വരും. അതായത് ഒരു മൊബൈൽ ഫോണിന് നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടാലും അതിലെ ഓഫ്ലൈൻ മാപ്പ് ഉപയോഗിച്ച് വഴി തേടുന്നത് പോലെ. പിന്നെ ഒരുപക്ഷെ രുദ്രം 2 പോലെയുള്ള ഇന്ത്യൻ ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ ഈ ദിശയിലെ മറ്റൊരു പ്രധാന ഉദാഹരണമായേക്കാം. ശത്രുവിൻ്റെ റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും കണ്ടെത്തി ആക്രമിക്കുകയാണ് രുദ്രം സീരീസിൻ്റെ പ്രധാന ദൗത്യം. രുദ്രം 2ൻ്റെ വിജയകരമായ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. കൂടുതൽ ദീർഘദൂരമുള്ള രുദ്രം 3യെക്കുറിച്ചും റിപ്പോർട്ടുകളുണ്ട്. ഭാവിയിൽ ശത്രുവിൻ്റെ ഒരു റഡാർ ഓഫ് ചെയ്താലും അതിൻ്റെ അവസാന സ്ഥാനം, മറ്റ് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ, ലക്ഷ്യത്തിൻ്റെ നീക്കം തുടങ്ങിയവ ചേർത്ത് പിന്തുടരാൻ കഴിയുന്ന മിസൈൽ വരുമെങ്കിൽ അതാണ് വലിയ മുന്നേറ്റം. ഇത് ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ വലിയ സമ്മർദ്ദത്തിലാക്കും. പ്രൊജക്ട് കുശയും ഇന്ത്യയുടെ പുതിയ നെറ്റ്വർക്ക് അധിഷ്ഠിത യുദ്ധരീതിയുടെ ഭാഗമാണ്. 2026 ജൂലൈ 23 കുശ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലിൻ്റെ ഒരു പരീക്ഷണ പറക്കൽ നടന്നിട്ടുണ്ട്. ഇത് യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ തുടങ്ങിയ ദീർഘദൂര വ്യോമ ഭീഷണികളെ നേരിടുന്ന തദ്ദേശീയ സംവിധാനമായിട്ട് വികസിപ്പിക്കപ്പെടുന്നുണ്ട്. കുശയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ മിസൈൽ റേഞ്ചിൽ മാത്രമല്ല, ഇന്ത്യൻ റഡാറുകൾ, കമാൻഡ് സെൻറ്ററുകൾ, മറ്റ് എയർ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവയുമായിട്ട് ബന്ധിപ്പിച്ച് ഒരു സംയോജിത പ്രതിരോധ ശൃംഖലയായിട്ട് പ്രവർത്തിക്കാനാകുന്നതാണ് ഇതിൻ്റെ ശക്തി. ആക്രമണത്തിനായിട്ട് LRA-SHM പോലെയുള്ള മിസൈലുകൾ, ശത്രുവിൻ്റെ കണ്ണുകൾ തകർക്കാനായിട്ട് രുദ്രം, സ്വന്തം ആകാശം സംരക്ഷിക്കാനായിട്ട് കുശ, ഇതെല്ലാം ഒരു പൊതുവായ കമാൻഡ് സെൻറ്റർ നെറ്റ്വർക്കിൽ ബന്ധിപ്പിച്ചാൽ അത് ഒറ്റപ്പെട്ട ആയുധങ്ങളുടെ ശേഖരമല്ല, ഒരു സമ്പൂർണ്ണ യുദ്ധ സംവിധാനമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ മിസൈൽ എങ്ങനെയാണ് ലോകത്തിനില്ലാത്തതാകുന്നത്? ഇന്ത്യ ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ ആദ്യമായി കണ്ടുപിടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം ഉയർന്ന വേഗത, ശക്തമായ മന്യൂവറബിലിറ്റി, വ്യക്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ലക്ഷ്യവിവരം, AI സഹായത്തോടു കൂടിയുള്ള തിരിച്ചറിയൽ, ജാമിംഗ് പ്രതിരോധം, ഒന്നിലധികം ആയുധങ്ങളുടെ സഹകരണം, ഇതെല്ലാം ഒരു പ്രത്യേക ഇന്ത്യൻ സംവിധാനത്തിൽ കൂട്ടിച്ചേർത്തിരിക്കാം. അത് LRA-SHMൻ്റെ കൂടുതൽ വികസിച്ച പതിപ്പാകാം, രുദ്രം കുടുംബത്തിലെ പുതിയ ആയുധമാകാം, കര, കടൽ, വ്യോമസേനകൾക്ക് ഉപയോഗിക്കാവുന്ന പൊതുവായ ഒരു മിസൈൽ കുടുംബമാകാം, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതുവരെ പേര് പോലും അറിയാത്ത മറ്റൊരു രഹസ്യ പദ്ധതിയാകാം. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ അടുത്ത മിസൈൽ വിപ്ലവം കൂടുതൽ റേഞ്ചോ വേഗതയോ മാത്രമായിരിക്കില്ല. ലക്ഷ്യം കണ്ടെത്തുന്ന ഉപഗ്രഹം, വിവരം കൈമാറുന്ന നെറ്റ്വർക്ക്, തീരുമാനത്തിന് സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജാമിങ്ങിനെ അതിജീവിക്കുന്ന ഗൈഡൻസ്,
ദിശ മാറ്റി സഞ്ചരിക്കുന്ന മിസൈല്, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. എന്നാൽ പ്രഖ്യാപനവും പരീക്ഷണവും സൈനിക സേവനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ വിജയിക്കണം, 3 സേനകളുടെ സംവിധാനങ്ങൾ തമ്മിൽ യഥാർത്ഥമായിട്ട് ബന്ധിപ്പിക്കണം, വൻതോതിലുള്ള നിർമ്മാണം ആരംഭിക്കണം, യുദ്ധ സാഹചര്യത്തിലെ ജാമിങ്ങും വഞ്ചനാ സിഗ്നലുകളും നേരിട്ട് മറികടക്കണം. അപ്പോഴേ ഈ സാങ്കേതികവിദ്യ യഥാർത്ഥ സൈനിക ശക്തിയായിട്ട് മാറും. എങ്കിലും ദിശ വളരെ വ്യക്തമാണ്. ഡോക്ടർ രാജാബാബുവിൻ്റെ സൂചന യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഈ വർഷം ലോകം കാണാൻ പോകുന്നത് ഒരു പുതിയ ഇന്ത്യൻ മിസൈൽ മാത്രമായിരിക്കില്ല. ഇന്ത്യയുടെ മിസൈലുകൾ ഒരുമിച്ച് ചിന്തിക്കുകയും വിവരങ്ങൾ പങ്കിടുകയും പോരാടുകയും ചെയ്യുന്ന പുതിയൊരു യുദ്ധ കാലഘട്ടമായിരിക്കും. വീണ്ടും കാണാൻ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയുമായിട്ട്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.